ചിക്കൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഒരു കോളിഫ്ലവർ ഉണ്ടാവും. നമുക്ക് കിടിലൻ പെപ്പർ കോളിഫ്ലവർ ഉണ്ടാക്കി നോക്കാം. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും ചോദിക്കും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള വേണം, തക്കാളി വേണം, വെളുത്തുള്ളി വേണം, മല്ലിയില, പിന്നെ മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇനി നമുക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ വേണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം ആദ്യം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മളൊരു 4 വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ആ വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗണിഷ് ആവുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അതായത് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എണ്ണ ഒഴിച്ചു, ഗാർലിക് ഇട്ട് ഒന്ന് വഴറ്റി, അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാള വഴറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇത് തക്കാളി ഒന്ന് നമുക്ക് വഴന്ന് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പൊടികളും ഒരു ടീസ്പൂൺ കണക്കാണ് പറയണത് കേട്ടോ. അപ്പോൾ നമ്മൾ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതിൽ ടൊമാറ്റോ ഇടുന്നതിന് പകരം ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതൊരു 3 ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമാണ് തക്കാളി ഇട്ടത്. തക്കാളി ആണെങ്കിൽ നമുക്ക് 2 തക്കാളി ഇടാം കേട്ടോ. തക്കാളി ഇടുമ്പോൾ ഒരു ഫ്ലേവർ കൂടുതലാണ്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് അധികം ഇടേണ്ട, ആവശ്യത്തിന് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരുമാതിരി കുത്ത് വരും. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഇത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ആണ് കേട്ടോ. ചെറുതായി അരിയണതാണ് ബെറ്റർ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നന്നായിട്ട് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉപ്പ് അതുപോലെ എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടി പെപ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ പെപ്പർ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അത് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ചോറിന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും പത്തിരിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വളരെ എളുപ്പത്തിൽ നമ്മുടെ കോളിഫ്ലവർ ക്ലീൻ ചെയ്ത് ബോയിൽ ചെയ്യുന്ന ആ സമയം, മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ബോയിൽ ചെയ്യുന്ന ആ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ അരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കൊടുത്ത് നമുക്ക് അത്ര എരിവില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇത് നല്ല മല്ലിയിലേക്ക് വെച്ച് ഗാർണിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നൊരു ടൈപ്പ് റെസിപ്പിയാണ്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ലഞ്ചിനായിട്ടുള്ള സൈഡ് ഡിഷ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഡിന്നറിനുള്ള ചപ്പാത്തിക്കാണെങ്കിലും എന്തിനാണെങ്കിലും ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പുതിയൊരു റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. നല്ല റെസിപ്പീസൊക്കെ നമ്മളെ ചാനലുണ്ട്, എല്ലാവരും ഒന്ന് കയറി കാണണേ. അതുപോലെ തന്നെ സബ്ബ് ചെയ്യാത്തവരാണെങ്കിൽ അപ്പൂസ് ക്രേസി വേൾഡ് ചാനലൊന്ന് സബ്ബൊക്കെ ചെയ്തിട്ട് കാണണം കേട്ടോ. അതുപോലെ തന്നെ നല്ല കമൻസും ഒന്ന് കമൻറ്റ് മെസ്സേജിലൂടെ രേഖപ്പെടുത്തണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. വളരെയധികം സ്നേഹത്തോടെ. താങ്ക് യു.